പതിവില്ലാതെ പുലർച്ചെ ഒരു 5 മണിക്ക് എഴുന്നേറ്റിട്ടുണ്ട്. അലറാമൊക്കെ വെച്ചിട്ടാണ് എഴുന്നേൽക്കുമ്പോൾ ഇത്തിരി പാടൊക്കെ ഉണ്ടായിരുന്നു, കണ്ണങ്ങോട്ട് മിഴിയുണ്ടായിരുന്നില്ല. പക്ഷേ അമ്മയ്ക്ക് വയ്യാത്ത കാരണം അച്ഛന് ചോറ് കൊണ്ടുപോകണം. അപ്പോൾ അമ്മയ്ക്ക് ചോറും കൂട്ടാനൊന്നും വെക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ട് അങ്ങോട്ട് കൊണ്ടു കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ 7 മണിക്ക് ചോറാവണമെങ്കിൽ ഞാൻ 5 മണിക്ക് എണീറ്റ് റൈസ് കുക്കറിനകത്ത് ചോറ് തിളപ്പിച്ച് വെക്കണം. എന്നാലേ അത് 1 മണിക്കൂർ കഴിഞ്ഞ് ആയി ഊറ്റി അച്ഛന് കൊണ്ടു കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ കാലത്ത് എണീറ്റു. എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ വരും കേട്ടോ. കാരണം എന്താണെന്ന് അറിയോ, 9 മണി വരെയൊക്കെ കിടന്നുറങ്ങി ശീലമായിട്ടേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തോ തലയ്ക്കൊരു ഭാരം പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഇത്തിരി വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ ഇന്നലത്തെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കഴുകാനായിട്ട്. രാത്രി കഴുകി വെക്കാം, പക്ഷേ ചില ദിവസങ്ങൾ കഴുകി വെക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ലോഡ് പാത്രങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകണം. പിറ്റേന്നൊക്കെ ചോറും കറിയൊക്കെ ബാലൻസ് അങ്ങനെ വരാറില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ടേ വെക്കാറുള്ളൂ, അധികം ഒന്നും ബാലൻസ് വരില്ല. ഇനി അഥവാ ചോറും കറിയും വെച്ചിട്ടും നമ്മൾ പുറത്ത് പോയി കഴിക്കണം എന്ന് മാത്രമേ ബാലൻസ് വരാറുള്ളൂ. അങ്ങനെ പാത്രങ്ങളൊക്കെ എടുത്ത് കഴുകാൻ വേണ്ടി പോയപ്പോൾ നല്ല ഇരുട്ടാണ്. ചുറ്റുവട്ടത്തുള്ള ഒരൊറ്റ വീട്ടിലും ലൈറ്റ് ഇല്ല. എനിക്കാണെങ്കിൽ ഇരുട്ട് ഭയങ്കര പേടിയാണ്. ഞങ്ങളുടെ വീടിൻ്റെ അവിടെയൊക്കെ പുലർച്ചെ 4 മണിക്ക് 5 മണിക്കൊക്കെ എഴുന്നേൽക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇവിടെ ആരും അങ്ങനെ എഴുന്നേറ്റ് കാണണില്ല. അപ്പോൾ എനിക്കൊരു പേടി. 5 മണിയായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് പാത്രം കഴുകാനായിട്ടൊരു പേടിയായ കാരണം അങ്ങോട്ട് പോകണ്ടേ, എനിക്ക് ചെറിയ അനക്കം കേട്ടാൽ മതി, അപ്പം തന്നെ പേടിച്ചിട്ട് ഞാൻ പിന്നാക്കം ഓടൂട്ടാ. ചിലപ്പോൾ വല്ല പൂച്ചക്കുട്ടികൾ ചമ്മലെ കൂടെ നടക്കുന്നതാവും, എന്നാലും എനിക്ക് ആ സൗണ്ട് കേട്ടാൽ അപ്പോൾ പേടിയാണ്. അങ്ങനെ ഞാൻ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഭാര്യയെ പേടിച്ച് ചാവണ്ട വിചാരിച്ചിട്ട് ഓടി വന്നിട്ട് എല്ലാ പാത്രങ്ങളും കഴുകി തന്നു. അതുപോലെ തന്നെ നാളികേരൊക്കെ എനിക്ക് കുറേ സഹായങ്ങളൊക്കെ ചെയ്തിട്ട് ആൾ പോയി കിടന്നുറങ്ങിയിട്ടാ. കാരണം എനിക്കിതൊന്നും വലിയ പതിവില്ല ഈ 5 മണിക്ക് എഴുന്നേക്കലേ. ഒരു 5:30 ആയപ്പോഴേക്കും അപ്പുറത്തെ വീട്ടിലൊക്കെ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്തിരി പേടിയൊക്കെ മാറി. എന്നിട്ട് ഞാൻ പറഞ്ഞു കണ്ണോട് പോയി കിടന്നുറങ്ങിക്കോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അരി ഇടുകയാണ്. സാധാരണ ഒരു 1.5 ഗ്ലാസ്സൊക്കെ ഞങ്ങൾക്ക് അരി മതി. പക്ഷെ ഇന്ന് ഞാൻ 3 ഗ്ലാസ് ഇടുന്നുണ്ട്. കാരണം അച്ഛന് ചോറ് കൊണ്ടുപോകണം, പിന്നെ അമ്മയ്ക്ക് ഭക്ഷണം കഴിക്കണം. അപ്പോൾ 3 ഗ്ലാസ് ഇടുന്നുണ്ട്. പിന്നെ റൈസ് കുക്കറിനകത്താണ് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്നാവും. ഈ ഒരു റൈസ് കുക്കറുള്ള കാരണം ഭയങ്കര എളുപ്പമാണ്. ഇതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം കേട്ടോ, മേടിച്ചോ, നല്ലതാണ്. പലരുടെയും വീട്ടിലുണ്ടാവും കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ അടുക്കളയിലത്തെ സൗണ്ടൊക്കെ കേട്ടിട്ട് കുക്കു എണീറ്റ് വന്നു കേട്ടോ. കുക്കുവിനാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ട്. അവനാണെങ്കിൽ ഒറ്റയ്ക്ക് എന്നെ പോലെ തന്നെ പേടിത്തോണ്ട് തന്നെ ഒറ്റയ്ക്ക് കിടക്കാൻ ഭയങ്കര പേടിയായതുകൊണ്ട് അമ്മ വായോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു പോയി കിടക്കാം, അമ്മയ്ക്ക് ചോറ് കൊണ്ടു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ഞാൻ പറഞ്ഞയച്ചെങ്കിൽ അവൻ പോകണില്ല കേട്ടോ. അവ സൈഡിൽ ഇരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ പരിപ്പ് വേവിക്കുന്നുണ്ട് കേട്ടോ. പരിപ്പ് സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നൈസായിട്ട് ചെറിയൊരു അവിയലും ഉണ്ടാക്കുന്നുണ്ട്. കുക്കുനെ കണ്ടിട്ട് പാവം തോന്നിയിട്ട് ഞാൻ ഇതേ അടുക്കളയുടെ സൈഡിൽ കിടക്ക കൊണ്ടിട്ടു കേട്ടോ. അടുക്കള ഭയങ്കര വലുതായ കാരണം അപ്പുറത്ത് തന്നെ കിടക്ക കൊണ്ടിടാനായിട്ട് പറ്റും. അപ്പുറത്ത് ഡൈനിങ് ഏരിയ പോലെ ഉണ്ട്. അപ്പോൾ അവിടെ കൊണ്ട് കിടക്കിയിട്ടിട്ട് കുക്കുനെ അവിടെ കിടത്തിയിട്ടാണ്. പിന്നെ എന്താ പറയുക, ചോറ് തിളച്ചു. റൈസ് കുക്കറിനകത്തേക്ക് നമ്മൾ ചോറ് ഇറക്കി വെച്ചു. പിന്നെ കണ്ണ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് നാളികേരം ചിരകി തന്നു, അതും ചിരകി തന്നു. എനിക്കാണെങ്കിൽ ഈ ലോങ് വീഡിയോയുടെ അകത്ത് ഇങ്ങനെ വലിച്ചു നീട്ടി സംസാരിക്കാൻ എന്തോ ഒരു ഭയങ്കര മടിയാണ് കേട്ടോ. എന്തോ പോലെ ഞാൻ അങ്ങനെ സ്പീഡിൽ ഷോർട്ട് വീഡിയോ പറഞ്ഞിട്ട് എനിക്ക് ലോങ് വീഡിയോയുടെ അകത്ത് സംസാരിക്കുമ്പോഴേക്കും എന്തോ പോലെ. നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ നാളികേരം വറുത്തിട്ടാണ് സാമ്പാർ വയ്ക്കുന്നത്. ചില സമയത്ത് പച്ച നാളികേരത്തിൻ്റെ കൂടെ ജീരകമൊക്കെ ഇട്ടിട്ട് അങ്ങനെയും വെക്കാറുണ്ട് കേട്ടോ. എന്നിട്ട് പണികളൊക്കെ ഏകദേശം ഒതുങ്ങിയപ്പോൾ ഞാൻ പോയി പല്ലൊക്കെ തേച്ചു. അത് കഴിഞ്ഞിട്ട് ചോറ് ഊറ്റി. പിന്നെ വീട്ടിലേക്കുള്ള കറികളൊക്കെ ഓരോരോ പാത്രത്തിലാക്കിയിട്ട് നേരെ ഞാനത് വീട്ടിൽ കൊണ്ടു കൊടുത്തു കേട്ടോ. അമ്മ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ കാലത്ത് തന്നെ ചോറ് കൊണ്ടുവരുന്നെന്ന് വിചാരിച്ചിട്ടില്ല കേട്ടോ. ഞാൻ വന്നപ്പോൾ അമ്മ ഞെട്ടി, ഇത്ര പെട്ടെന്ന് ഇത്ര കറികളൊക്കെ ആയോ എന്നാണ് അമ്മ ചോദിക്കുന്നത്. അച്ഛനായാലും ചോറ് കൊണ്ടുപോകാതെ പോവാം എന്നാണ് വിചാരിച്ചത്. പക്ഷേ അച്ഛന് എന്താ പറയുക ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അവരുടെ തിരുമ്പാല തുണികളൊക്കെ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നു കേട്ടോ. ഇവിടെ ആകുമ്പോൾ വാഷിംഗ് മെഷീനകത്തിട്ടിട്ട് നമുക്ക് തിരുമ്പാലോ എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുപോകത്ത. ഇതെന്താണെന്ന് അറിയില്ല, ഇതെന്തോ ഒരു കോപ്രായം കാണിച്ചതാണ് ഞാൻ. അങ്ങനെ കണ്ണം പണിക്ക് പോയി. പിന്നെ ഞാനാണെങ്കിൽ ഇന്ന് തലയിൽ എണ്ണ തേച്ച് കുളിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ തേക്കുന്ന എണ്ണ ഏതാണെന്ന് കുറേ പേര് ചോദിക്കാറുണ്ട്. ഞാൻ നീലബൃങ്ങാതി എണ്ണയാണ് തേക്കാറ്. പിന്നെ റോസ്മേരി വാട്ടർ, അങ്ങനെ അല്ലറ ചില്ലറ പരീക്ഷണങ്ങളൊക്കെ തലയിൽ നടത്താറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നല്ലപോലെ തലയിൽ എണ്ണയൊക്കെ തേച്ചു. അതുപോലെ തന്നെ ചെറിയൊരു പാക്ക് ഇടുന്നുണ്ട്. ഇത് ഉപ്റ്റാൻ ഫേസ് പാക്കാണ്, ഗുഡ് വൈബ്സിൻ്റെ ചെറിയൊരു പാക്കറ്റിലുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തൈര് തേച്ചിട്ടാണ് തേക്കുന്നത്. എന്നും ഇടുമോ ചോദിച്ചാൽ എന്നും ഇടില്ല, എനിക്ക് തോന്നിയ സമയത്ത് ഇടും. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടാൽ നമുക്ക് നല്ല റിസൾട്ടൊക്കെ കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ കുക്കുവിനെ ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് പോകണം. അവന് 5 വയസ്സിൻ്റെ കുത്തിവയ്പ്പ് ഉണ്ട്. അപ്പോൾ അത് ഡിസംബറിലാണ് അവന് 5 വയസ്സായത്. പക്ഷേങ്കിൽ നല്ലപോലെ ലാഗ് ആക്കിയിട്ട് ഞാൻ, കാരണം ഓരോ ദിവസം ചിലപ്പോൾ പനി വരും. അതുപോലെ തന്നെ നാൾ മറ്റേ തൊണ്ടിവീക്കം വന്നു, അതുകൊണ്ട് പൂച്ച മന്തി. പിന്നെ സ്കൂള് പൂട്ടട്ടെ എന്ന് വിചാരിച്ചു. സ്കൂളുള്ളപ്പോൾ
കുത്തി വെച്ച് കഴിഞ്ഞാൽ അവന് ബുദ്ധിമുട്ടാവില്ലേ വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ഒഴിവുള്ള ദിവസം പോയി ഇഞ്ചക്ഷനൊക്കെ എടുത്ത് വന്നു. പിന്നെ എന്താ പറയുക, വന്ന പാടെ നല്ല വിശപ്പായിരുന്നു. 10:30 ഹോസ്പിറ്റലിൽ പോയിട്ട് 1:30 വന്നത്. നല്ല തിരക്കായിരുന്നു, അതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. ചീചട്ടിക്കകത്ത് പുരട്ടിയിട്ട് കുറച്ച് ചോറൊക്കെ എടുത്തുണ്ടു. പിന്നെ ഞാൻ നേരെ വീട്ടിൽ വന്നു. കുക്കുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ അമ്മേനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, കാരണം അമ്മ ഉച്ചയ്ക്ക് ശേഷം വരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അമ്മേനെയും കൊണ്ടിട്ട് നെക്സ്റ്റ് ട്രിപ്പ് ഓട്ടോറിക്ഷയുടെ അകത്താണ് പോയത്. അമ്മയ്ക്ക് കയ്യുമ്മ ഡ്രസ്സ് ചെയ്യാണ്ടായിരുന്നു. എനിക്ക് സ്കൂട്ടിയുമ്പോൾ അമ്മേനെ വെക്കാൻ പറ്റില്ല കേട്ടോ, കാരണം അമ്മ ഒത്തിരി വെയിറ്റ് ഉള്ള കാരണം വൺ സൈഡാണ് ഇരിക്കുക, അപ്പോൾ ഞാൻ വീഴാൻ പോകും. സ്കൂട്ടി ഒരു സൈഡിലേക്ക് ചെരിഞ്ഞും പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഓട്ടോറിക്ഷ വിളിച്ച് പോയത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കിവിയുടെയാന്ന് തോന്നുന്നു. ഒരു ബോക്സ് നിറയെ കുറേ എന്താ പറയുക, കുഞ്ഞു കുഞ്ഞി ഐസ്ക്രീംസ്, കുഞ്ഞു കുഞ്ഞി പോപ്സ് പോലെ കുഞ്ഞു കുഞ്ഞി ഐസ്ക്രീംസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അങ്ങനെ അത് മേടിച്ച് തിന്നു. ഇനിയിപ്പോൾ രാത്രിക്കുള്ള കൂട്ടാൻ്റെ പരിപാടിയാണ്. അപ്പോൾ രാവിലത്തെ പാത്രങ്ങളൊക്കെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, എടുത്ത് പെറുക്കി കഴുകണം. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അടിച്ചോരാനും തുടയ്ക്കാനും വിളക്ക് വയ്ക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം നമുക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ ഓടുമ്പോൾ പിന്നാലെ ക്യാമറ ഓടണമല്ലോ. അപ്പോൾ രാത്രിക്ക് ഞാൻ എരിശ്ശേരിയും മീൻ വറുക്കുകയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ അത് ഞാൻ നേരെ വീട്ടിൽ കൊണ്ടു കൊടുത്തപ്പോൾ അച്ഛൻ്റെ ഓരോരോ ലീലാവിലാസങ്ങൾ പറയുമായിരുന്നു കേട്ടോ അമ്മ. ഫുഡ് റെഡി. കുഴപ്പമില്ല, ഇടുമ്പോൾ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞേ കുക്കു അമ്മാമ്മക്ക് ഇഷ്ടപ്പെടും, അമ്മ ഉണ്ടാക്കി. എന്നാ അമ്മ പാത്രത്തിലേക്കിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ കൊണ്ടുവരാം. അവർക്ക് ചോറ് കൊണ്ടുകൊടുത്ത് കുറച്ച് സൊറയൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് വീണ്ടും വീട്ടിലേക്ക് തന്നെ വന്നു. കണ്ണനാണെങ്കിൽ പണി മാറ്റി 10:30 വന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 10:30 വരെ എനിക്ക് അകത്തിരിക്കാൻ പേടിയായി, കാരണം ഞാൻ പുറത്താണ് ഇരുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ ഏകദേശം സമയം ഒരു 11:30 ആയിട്ടുണ്ട്. ഇനി കുറച്ച് തുണികളും കൂടി മടക്കി ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ കണ്ണൻ പറഞ്ഞു, നീ പോയി കിടന്ന് പറയുമ്പോൾ ഞാൻ തുണി മടക്കി വെച്ചുകൊണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.